റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി ഇതിൻ്റെ മധ്യസ്ഥനാകുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ് ഇതിൽ നിന്ന് വെളിവാകുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. ഇടപെട്ടാൽ അത് ഒരു വലിയൊരു നാഴികക്കല്ലാകും. കാരണം ഇന്ന് ലോക പോലീസ് അല്ലെങ്കിൽ ഈ ലോക സമാധാന ദൂതൻ്റെ പട്ടം സ്വയം എടുത്തണിയുന്ന ഡൊണാൾഡ് ട്രംപിന് സാധിക്കാത്തത് നരേന്ദ്രമോദിക്ക് സാധിച്ചാൽ അത് കിട്ടുന്ന അതുമൂലമുണ്ടാകുന്ന പ്രതിച്ഛായ വളരെ വലിയതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ട്രംപിന് കൊടുക്കാവുന്ന നല്ലൊരു മറുപടി കൂടിയായിരിക്കും ഇത്തരത്തിൽ ഇടപെട്ടാൽ എന്നുള്ളത്. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം ട്രംപ് ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിക്കുമ്പോഴും ട്രംപ് ഇതിൽ ഒരു നിഷ്പക്ഷനല്ല. ട്രംപ് ഉക്രൈൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കൊപ്പം നിന്ന് റഷ്യക്കെതിരെ പടയൊരുക്കുന്ന ആളാണ് ട്രംപ്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ മധ്യസ്ഥനാകാൻ പറ്റില്ല. കാരണം ഏകപക്ഷീയമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പലവട്ടം ഈ സമാധാനം ഉണ്ടാകണം, വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നൊക്കെ പലവട്ടം വ്ളാഡിമിർ പുടിനോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടും ചർച്ചയ്ക്ക് നേരിട്ട് വിളിച്ചിട്ട് പോലും വ്ളാഡിമിർ പുടിൻ അത് വഴങ്ങാത്തതിൻ്റെ പ്രധാന കാരണം ട്രംപിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പുടിന് കൃത്യമായി അറിയാം. അതുമാത്രമല്ല, ഈ ഉക്രൈൻ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആൾ ട്രംപാണെന്നും പുടിനറിയാം. അതുകൊണ്ട് ഒരു തുല്യത വേണമല്ലോ. ഒരു ചർച്ചയെന്ന് പറയുമ്പോൾ രണ്ട് പക്ഷവും കേൾക്കണം, രണ്ട് പക്ഷത്തെ ന്യായം നടപ്പിലാക്കണമല്ലോ. അതൊരിക്കലും ട്രംപിന് സാധിക്കില്ല. അപ്പോൾ ട്രംപിന് സാധിക്കാത്തത് മോദിക്ക് സാധിച്ചാൽ അത് മൂലമുണ്ടാകുന്ന ഒരു പ്രതിച്ഛായ അത് വളരെ വലുതാകും. അതിനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം ഈ ഉക്രൈനും റഷ്യയും ഇന്ത്യയെ സംബന്ധിച്ച് തുല്യ സൗഹൃദ രാഷ്ട്രങ്ങളാണ്. കുറച്ചുകൂടി സൗഹൃദമുള്ളത് റഷ്യയായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലം മുതൽ സൈനികമായും മറ്റ് വ്യാപാരപരമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം, അതുമാത്രമല്ല നയതന്ത്രപരമായി പോലും വലിയ രീതിയിൽ സഹകരണമുള്ള രാഷ്ട്രമാണ്. പഴയ സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ഇന്നത്തെ റഷ്യ. അപ്പോൾ ആ രീതിയിൽ റഷ്യയുമായിട്ട് അടുത്ത ബന്ധം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും പുടിനുമായിട്ട് വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധവുമുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സമയത്ത് ഉക്രൈൻ്റെ സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് നന്ദി അറിയിച്ചുകൊണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് അങ്ങോട്ടൊരു സന്ദേശം അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ സമാധാനമുണ്ടാകണം എന്നുള്ള തരത്തിലുള്ള നിലപാടെടുത്തു. ആ നിലപാടെടുത്തതിന് നന്ദി അറിയിച്ച സെലൻസ്കി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു. കാരണം ഇവിടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നു, ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇന്ത്യയെ എല്ലാവരും സംശയമുനയിൽ നിർത്തിയേക്കുന്നത്. അമേരിക്ക ആരോപിക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് മൂലം റഷ്യയുടെ യുദ്ധ മെഷീന് ഇന്ത്യ ഇന്ധനം പകരുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകാനുള്ള പ്രധാന കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ആണ് എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. ആ ആരോപണം വളരെ വലിയ ഒരു ആഗോള വാർത്തയായി, വലിയൊരു പ്രതിസന്ധിയായി ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഇരയായി ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്ന ഉക്രൈൻ്റെ നേതാവ് സെലൻസ്കി ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാകാനായിട്ട് ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോള് കൃത്യമായി വഹിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള അർഹതയുള്ളയാൾ നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം രണ്ടു കൂട്ടർക്കും ഒരേപോലെ സ്വീകാര്യനാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ സംഗതി. പക്ഷേ മോദിക്ക് ഈ ദൗത്യം അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ്. കൃത്യമായും ഇതിന് ഒരു നയതന്ത്ര അല്ലെങ്കിൽ ആ ഒരു നൈപുണ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണം എന്നുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പല ഇതേപോലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥനായിട്ട് അങ്ങനെ ഇടപെട്ട് കണ്ടിട്ടില്ല. പലയിടത്തും സമാധാനം ഉണ്ടാകണമെന്ന തരത്തിൽ വലിയ ആഹ്വാനം നൽകി, പലയിടത്തും ദുരിതാശ്വാസ പ്രവർത്തകനായി അല്ലെങ്കിൽ പലയിടത്തും ഒരു ആശ്വാസ പദ്ധതി നൽകുന്ന ഒരു നേതാവെന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതിച്ഛായയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായയുള്ള നരേന്ദ്രമോദിക്ക് ഒരു ഗ്ലോബൽ സൗത്ത് ലീഡർ, ഏഷ്യയിലെ തെക്കൻ ഏഷ്യയുടെ ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ട്രംപിനെ അപേക്ഷിച്ച് അയാൾ ഈ ഒരു വായാടിത്തരം പറയുന്ന ആളെന്നതിനപ്പുറം കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്നയാൾ എന്നൊരു പ്രതിച്ഛായയുള്ള മോദിക്ക് ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ അവിടെ ഒരു വലിയൊരു സ്വീകാര്യത കിട്ടും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് ഈ ദൗത്യം അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച്
നമ്മുടെ വ്ളാഡിമിർ പുടിനെ അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരിക്കും. കാര്യം പുടിൻ വളരെ കാർക്കശ്യ സ്വഭാവമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കില്ല. അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നടത്തിയ പ്രഖ്യാപനം വിജയമുണ്ടാകുന്നത് വരെയുള്ള യുദ്ധം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പുടിൻ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ഉക്രൈൻ്റെ കയ്യിലുള്ള 5 പ്രവിശ്യകൾ ഞങ്ങൾക്ക് വേണം. നേരത്തെ തന്നെ 2014 ക്രിമിയ റഷ്യ കൈയടക്കി വെച്ചിരുന്നു. കാരണം അതൊരു തന്ത്രപ്രധാന ഒരു തുറമുഖ നഗരമായതുകൊണ്ട് തന്നെ റഷ്യക്ക് ഈ കയറ്റുമതി അടക്കം പ്രാധാന്യമുള്ള മേഖലയായതുകൊണ്ട് തന്നെ ക്രിമിയ അവർ നേരത്തെ തന്നെ പിടിച്ചെടുത്തു. ഇപ്പോൾ 2022 അവിടെ അധിനിവേശം തുടങ്ങിയതിന് ശേഷം 5 നഗരങ്ങൾ കൂടി, കൃത്യമായി പറഞ്ഞാൽ ഡോൺബാസ്, ലുഹാൻസ്ക്, ഡോൺസ്ക്, സപ്പറേഷ്യ, ഖെർസൺ, ഈ സ്ഥലങ്ങളാണ് റഷ്യ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഈ ഡോൺബാസ് എന്ന് പറയുന്നത് ഉക്രൈനെ സംബന്ധിച്ച് വിട്ടുകൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രയാസകരമായ ഒരു മേഖലയാണ്. കാരണം അവിടെ ഒരു വ്യാവസായിക മേഖലയാണ്. അവിടെ ഈ ലിഥിയം, നമ്മുടെ ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി അടക്കം നിർമ്മിക്കാൻ വളരെ പ്രധാനമായ ഒരു എന്താ പറയുക, അസംസ്കൃത വസ്തുവാണ് ലിഥിയം. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ നിക്ഷേപമുള്ള മേഖലയാണ് ഈ ഡോൺബാസ് എന്ന് പറയുന്ന മേഖല. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയിൽ വന്നപ്പോൾ ഇതിൻ്റെ പേരിൽ, ഈ വ്യവസ്ഥകളുടെ പേരിലാണ് തട്ടിത്തെറിച്ച് പോയത്. കാരണം അമേരിക്ക ഒരു ഒത്തുതീർപ്പ് ഫോർമുല വെച്ചിരുന്നു. ഈ 5 എണ്ണം ആവശ്യപ്പെടുന്നതിൽ 3 എണ്ണം തരാം, ബാക്കി നിങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന തരത്തിലുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ അതിന് പുടിൻ അംഗീകരിച്ചില്ല. അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല. സെലൻസ്കിയും സമാനമായ നിലപാടാണ് എടുത്തത്. കാര്യം ഇത്രയും പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നതിലും ഭേദം ഞങ്ങൾ പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ്. ഉക്രൈൻ്റെ ഏതാണ്ട് 2/3 ഭാഗം റഷ്യക്ക് കൈമാറി, അതും തന്ത്രപ്രധാന മേഖലകൾ റഷ്യക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങളില്ല എന്നുള്ളതാണ് ഉക്രൈൻ്റെ നിലപാട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ധാരണ ഒരേ സമയം തന്നെ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും സ്വീകാര്യമാകണം. കാരണം ഇവരാണ് ഇതുവരെയുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അല്ലെങ്കിൽ ഈ യുദ്ധം സ്പോൺസർ ചെയ്തേക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ സഖ്യരാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കും കൂടി ഈ കാര്യത്തിലൊരു സ്വീകാര്യത കിട്ടിയാൽ മാത്രമേ മോദിയുടെ ഉക്രൈൻ റഷ്യ ദൗത്യം വിജയകരമാവുകയുള്ളൂ. അതുമാത്രമല്ല, ഈ റഷ്യയെ സംബന്ധിച്ച് ഈ ഉക്രൈനുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അത് ഈ ഒരു പ്രവിശ്യകളുടെ വിട്ടുകിട്ടൽ മാത്രമല്ല. റഷ്യയുടെ ഏറ്റവും വലിയ ആവശ്യം ഉക്രൈൻ ഒരു കാരണവശാലും നാറ്റോ സഖ്യരാജ്യമാകാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യം റഷ്യ ചരിത്രപരമായി നാറ്റോയോട് അല്ലെങ്കിൽ അതിൻ്റെ ഉറ്റ പങ്കാളിയായ അമേരിക്കയോട് കടുത്ത എതിർപ്പ് അല്ലെങ്കിൽ കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്. നമ്മുടെ ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാര്യം രണ്ട് ചേരിയിൽ നിന്ന് പരസ്പരം പോരടിച്ച 2 വലിയ ശക്തി രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇവിടെ റഷ്യയെ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുമായിട്ട് വേർതിരിക്കുന്ന ഒരു മതിൽ പോലെ നിലനിൽക്കുന്ന 2 രാജ്യങ്ങളുണ്ട്. അതൊന്ന് മാൾഡോവയും ഒന്ന് നിലവിലെ ഉക്രൈനുമാണ്. കാര്യം ഈ 2 രാജ്യങ്ങളും നിലവിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊരു അയൽരാജ്യമായ ഹംഗറിയും സ്ലോവാക്യയും നാറ്റോ സഖ്യ രാജ്യമല്ല, പക്ഷേ അത് മറ്റൊരു മേഖലയിലാണ്. എന്നാൽ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ ആയിട്ട് വേർതിരിക്കുന്ന ഒരു ഇടനാഴി പോലെ ഉള്ള 2 രാജ്യങ്ങളാണ് മാൾഡോവയും അതേപോലെ തന്നെ ഉക്രൈനും. അതിൽ ഉക്രൈൻ നാറ്റോ സഖ്യ രാജ്യത്തിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ, കാര്യം അതിൻ്റെ പേരിലാണ് ഈ സംഘർഷം ഉടലെടുത്തത് തന്നെ. അങ്ങനെയാണെങ്കിൽ റഷ്യക്ക് കടുത്ത സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക വ്ളാഡിമിർ പുടിനുണ്ട്. അതുമാത്രമല്ല, റഷ്യയുടെ തുറമുഖ നഗരങ്ങളെല്ലാം ഈ ഉക്രൈൻ്റെ പരിധിയിൽ, ഉക്രൈനുമായിട്ടുള്ള അത് ഇപ്പോൾ ക്രിമിയ റഷ്യ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ തുറമുഖ മേഖല, അതായത് തന്ത്രപ്രധാന മേഖലകൾ യുക്രൈൻ്റെ അതിർത്തിയോട് ചേർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നാറ്റോ സഖ്യരാജ്യം അല്ലെങ്കിൽ നാറ്റോ സേന തൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് വ്ളാഡിമിർ പുടിന് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നരേന്ദ്രമോദിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാന സംഗതി പഴയ സോവിയറ്റ് യൂണിയനെ പുനരാവിഷ്കരിക്കാൻ, പണ്ട് ഇവിടെ നിന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളെ അടക്കം തിരിച്ചു കൊണ്ടുവന്ന് അതിപ്പോൾ റഷ്യയോട് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഹിഡൻ അജണ്ട വ്ളാഡിമിർ പുടിനുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പുടിനെ എങ്ങനെ അനുനയിപ്പിക്കും? ഒരു പക്ഷേ എന്താ പറയുക, ഏറ്റവും വന്യമായ സ്വപ്നത്തിൽ ഒരു പക്ഷേ നരേന്ദ്രമോദി പറയുന്നത് പുടിൻ അനുസരിക്കും എന്ന് സങ്കല്പിച്ച
കേൾക്കാൻ ഒരു സന്മനസ്സെങ്കിൽ കാണിച്ചാൽ പോലും അത് ഒരു വലിയ ചരിത്രമാണ്. കാര്യം ട്രംപിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ പുടിൻ മോദിക്ക് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും നയതന്ത്രപരമായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രസക്തി എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.